സാബു നിനക്ക് വേണം എൻ്റെ ജീവിതം. ഈ വീട്ടിൽ ആൾക്കാർ എൻ്റെ ജീവിതം വേണം. ആ ജീവിതം നിങ്ങൾ എടുത്തിട്ട് പോയിക്കോ. എന്നെ വെറുതെ വിട്. എൻ്റെ തലയൊക്കെ വേണക്കുന്നു. എന്ത് ഞാൻ ഒരു സ്റ്റെപ്പ് എടുത്താലും പ്രശ്നമാണല്ലോ ഈ വീട്ടിൽ. ഒരു പാലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഡബിൾ മീനിങ് വന്നു. ഞാൻ എന്താ ഡബിൾ മീനിങ് പറയുന്നത്? പാലിന്റെ കാര്യം അല്ല, അതായിരുന്നോ സംസാരം അവിടെ? അതും പിന്നെ ഇന്നത്തെ അതിനൊക്കെ പിടിച്ച് നീ എന്തിനാ തല വെച്ച് കൊടുക്കേണ്ട ആവശ്യം? എന്നെ എങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് ചവിട്ടി കാണിക്കാൻ പറ്റും? അമ്മാതിരി ചവിട്ടി കാണിച്ചിട്ടുണ്ടോ ഈ വീട്ടിൽ? ഞാൻ കാര്യം പറ്റേ, ഞാൻ പറയാം, എന്റെ ഫ്രസ്ട്രേഷൻ കഴിഞ്ഞു. എനിക്ക് ചിരിയാവുന്നത് നോക്ക്. ഓണസ്റ്റ്ലി പറയണേ, ഞാൻ പറയുന്ന കേൾക്കാം. അങ്ങോട്ടേക്ക് എടാ പറയുന്ന കേൾക്ക. വെറുതെ അല്ല അതിന്റെ കേസിൽ ചിരി വന്നത്. പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല ഇവ ഡിസേർവിംഗ് ആണ് ആ കോംപ്ലിമെന്റ് കേൾക്കാണ്. നീ പറഞ്ഞു അപ്പൊ ആൾക്കതിലോട്ട് ഓടാ പൊയ്ക്കോ. ഞാൻ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അവർ അങ്ങോട്ടേക്ക് ഇല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു. മൈൻഡിലപ്പോൾ ഹാപ്പി ആയില്ലേ? ഞാൻ പറയാൻ വന്ന കാര്യം എനിക്ക് ഇപ്പൊ പറയാൻ തോന്നുന്നില്ല. നീ ഇവിടെ വെച്ചിട്ട് പോയിക്കോ. നല്ലൊരു കാര്യമാണ് പറയാൻ. ഡിസേർവിംഗ് അല്ല, പൊയ്ക്കോ. വെക്ക് അനിശേട്ടനാണ് അവിടെ ഞാൻ ഇട്ടിട്ട് പോകുക. മര്യാദ വയ്ക്കേ. ഞാൻ പറഞ്ഞു വന്നത് ഇനി സൂക്ഷിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. ഇന്നലെ തൊട്ട് ഞാൻ ആ ചെറുക്കനോട് മിണ്ടുന്നില്ലായിരുന്നു. എനിക്ക് മിണ്ടാനും താല്പര്യമല്ല. അപ്പോൾ വിളിച്ചുകൊണ്ട് ആ ഡബിൾ മീനിങ് എനിക്ക് അറിയണം, അതിലെന്താ കള്ളത്തരം ഉള്ളതെന്ന്. അത് ഒളിപ്പിച്ച് വെച്ച് ഇങ്ങനെ പറയുമോ? അത് ഓബ്വിയസ്. നമ്മൾ ഇന്നലെ ബോളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, എല്ലാം വെള്ളപൂശും. പക്ഷെ ഇനി അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ വെയിറ്റ് ചെയ്യ്, അവിടെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കും. അങ്ങനെ എന്തെങ്കിലും കാണിക്കുക, പറയുക, എന്തെങ്കിലും ചെയ്താൽ എൻ്റെ അടുത്ത് ചെയ്താൽ അപ്പോൾ ഞാനത് വിളിച്ച് ചോദിക്കുക, അതോ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. എനിക്ക് അപ്പോഴത്തെ ടൈമിൽ എനിക്ക് എൻ്റെ ടാസ്ക് എനിക്ക് ജയിക്കണം, അത് മാത്രമാണ് എൻ്റെ ഉള്ളിൽ. വേറെ ഒരു സംഗതി ഇല്ലായിരുന്നു. എനിക്കറിയാം അങ്ങനെ ഡീൽ ചെയ്യണം. ബേബിനേക്കാൾ നമുക്ക് ആൾക്കാരെ ഒന്നും കൂടെ നല്ലോണം മനസ്സിലായാൽ നമ്മൾ ഓരോ അടുത്ത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ മതി. വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഈ ആര്യൻ എന്നെ ഭയങ്കര ഡബിൾ മീനിങ് ആണെന്ന് നമുക്കറിയാം. മിണ്ടേണ്ട ആവശ്യമില്ല. വിഷമമുണ്ട് ഷാനവാസിൻ്റെ ഈ അവസ്ഥയിൽ. ലൈറ്റാണ് യാറായി. ഞങ്ങൾക്ക് ഒന്നും അറിയാത്ത അവസ്ഥയാണ് ഷാനവാസിനെ കുറിച്ച്. പ്ലീസ് അപ്ഡേറ്റ് തരണം, മെഡിക്കൽ അപ്ഡേറ്റ് ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരണേ ബിഗ് ബോസ്. നന്ദി.